ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് രേവതി നക്ഷത്രത്തിൻ്റെ 2025 ജൂൺ മാസത്തെ ഗുണദോഷ ഫലമാണ്. ഞാൻ ആദ്യമായെന്ന് പറഞ്ഞോട്ടെ, ഇത് രേവതി നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശിചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത്. പൊതുവായത്തിലേക്ക് വരാം. ഈ രേവതി നക്ഷത്രക്കാർക്കൊക്കെ 2025 ജൂൺ മാസം ഗുണകരമായിട്ടാണ് കാണുന്നത്. ചെറിയ ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഒഴിച്ചാൽ കാലം പൊതുവെ അനുകൂലമാണ്. നിങ്ങൾ എടുത്തു പറയേണ്ടത് വിഘ്നേശ്വര ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള സമയമാണ് ഈ ജൂൺ മാസം. നിങ്ങൾ ധാരാളം ദൂരയാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നൊരു സമയം കൂടിയാണ്. നിങ്ങൾക്ക് മുൻകോപവും ക്ഷമയില്ലായ്മയും ദോഷം ചെയ്യുന്നൊരു സമയമാണ്. നിങ്ങൾ പലപ്പോഴും കടുത്ത വിമർശനങ്ങൾക്കിരയാകേണ്ടതായിട്ട് വരും. ഇഷ്ടത്തോടരുടെ പ്രവർത്തികൾ മനസ്സ് സദാ വേദനിപ്പിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാകുന്നതാണ്. കലാരംഗത്തൊക്കെ വൻ പുരോഗതി കാണുന്നു. കലാകാരന്മാർക്കൊക്കെ വലിയ വലിയ അവസരങ്ങളൊക്കെ വന്നു വിടുന്നതാണ്. സാമ്പത്തികമായിട്ടും ഗുണകരമാണ് കലാകാരന്മാർക്ക്. നിങ്ങൾ ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് ഈ മാസം. സന്തോഷകരമായ ദാമ്പത്യത്തിന് വേണ്ടി ചില വിട്ടുവീഴ്ചകളൊക്കെ ദമ്പതി ഭാഗത്തു നിന്നുണ്ടാവും. തയ്യാറാകുന്നതായിരിക്കും ഗുണകരം. ധനപരമായിട്ടുള്ള ഇടപാടുകളിലൊക്കെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ചെക്കുകളോ ബോണ്ടുകളോ ഒക്കെ ഒപ്പിടുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ആവശ്യമില്ല എങ്കിൽ കഴിയാവുന്ന യുക്തിപൂർവ്വം പിന്മാറുന്നതായിരിക്കും ഗുണകരം. സന്താനങ്ങളുടെ വിവാഹത്തിന് യോഗമുണ്ട്. അതുകൊണ്ട് വിവാഹചിന്തനം നടത്തുന്ന, അതായത് രേവതി നക്ഷത്രക്കാരുടെ സന്താനങ്ങൾക്ക് വേണ്ടി വിവാഹചിന്തനം നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ഗുണകരമായ സമയമാണ്. അതിന് ചില ജ്യോത്സ്യന്മാരുടെയൊക്കെ അടുത്ത് പോയി, ജ്യോതിഷപണ്ഡിതന്മാരുടെ അടുത്ത് പോയിട്ട് രാശിചിന്തനം നടത്തി മുന്നോട്ട് പോയാൽ, ചില വഴിപാടുകൾക്ക് കഴിച്ചാൽ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ നടന്നു പോകും. കുടുംബ സ്വത്തുക്കളൊക്കെ ഒരു പരിധിവരെ കൈവശം വന്ന് ചേരാനുള്ള സാധ്യത കാണുന്നു. മാതാവിൻ്റെ രോഗത്തിന് ശമനം, ദീർഘനാളായിട്ട് മാതാവ് രോഗശൈലിയിലായിരുന്നെങ്കിൽ ഈ സമയത്തൊക്കെ രോഗത്തിനൊക്കെ ഒരു ശമനമുണ്ടാകുന്നതാണ്. നിങ്ങളുടെ തൊഴിൽ മേഖലയിലൊക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ ഒരുവിധം മാറിക്കിട്ടുന്നതാണ്. വിദ്യാഭ്യാസ രംഗത്തെ നേട്ടത്തിൻ്റെ കാലം തന്നെയാണ്. വിദ്യാർത്ഥികൾക്ക് ഗുണകരമാണ്. പൊതുകാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം ചെലവഴിച്ച് വെക്കുന്നത് മൂലം പൊതുജനമധ്യത്തിൽ ഒരു നിലയും വിലയൊക്കെ ഉണ്ടാകുന്നതാണ് രാഷ്ട്രീയക്കാർക്ക്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നതാണ്. കുറേ കൂടി സ്വാർത്ഥത നിങ്ങൾക്ക് നിഴലിച്ച് നിൽക്കുന്നതാണ് നിങ്ങളുടെ എല്ലാ പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും. ഉറ്റ മിത്രങ്ങളെ പോലും നിങ്ങൾ ഈ സമയങ്ങളിലേക്ക്, ഈ ജൂൺ മാസത്തിൽ തള്ളിപ്പറയും. എന്നാൽ ഭാവി ചിന്തകൾ നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഉദരരോഗം പിടിപെടാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഉദരരോഗം സ്ഥിരമായിട്ട് നിങ്ങളുടെ അലട്ടിക്കൊണ്ടിരിക്കും. അതൊരു പ്രശ്നമായി നിങ്ങളെ പിന്തുടരുന്നതാണ്. കഴിയാവുന്ന പുറത്തുനിന്നുള്ള ഭക്ഷണമൊക്കെ ഒഴിവാക്കുക. രോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് നല്ലൊരു വിദഗ്ധനായ ഡോക്ടറെ കണ്ട് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ ദാമ്പത്യ ജീവിതമൊക്കെ മാസാവസാനമാകുമ്പോൾ സന്തോഷകരമായിട്ട് മാറുന്നതാണ്. കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ബന്ധുജനങ്ങളുടെ ഇടപെടൽ മൂലം പരിഹരിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ ചിലവുകൾക്കൊക്കെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തും. എല്ലാത്തിനും ഒരു കൃത്യമായ കണക്ക്, വരവ് ചിലവ് കണക്കൊക്കെ നിങ്ങൾ വെക്കുന്നതാണ്. അതുപോലെ ചെറിയ ചെറിയ തുകകളൊക്കെ നിങ്ങൾക്ക് മിച്ചം പിടിക്കാൻ സാധിക്കുന്നതാണ്. അതുമൂലം ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങളൊക്കെ നിങ്ങൾ പരിഗണിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നതാണ്. നിങ്ങൾ സ്വയം പര്യാപ്തത ആർജിക്കാൻ നിർബന്ധിതരാകുന്നതാണ്. ദീർഘനാളായിട്ട് പിതാവിൻ്റെയോ മറ്റാരുടെയെങ്കിലുമൊക്കെ തണലിലാണ് നിങ്ങൾ ജീവിച്ചെങ്കിൽ സ്വന്തമായിട്ട് വരുമാനമുണ്ടാക്കി ജീവിതം കെട്ടിപ്പടുത്തേണ്ട ചില അവസ്ഥയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് പെടുന്നതാണ്. ആരോഗ്യകരമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒരുവിധം മാറിക്കിട്ടുന്നതാണ് ഈ നാളുകാർക്ക്. എന്നാൽ കടുംപിടുത്തം മൂലം പലവിധ ദോഷങ്ങൾക്കും നിങ്ങൾ ഇടവരുത്തുന്നതാണ്. നിങ്ങൾ അരുതാത്ത വാഗ്ദാനങ്ങൾ മൂലം ഉറ്റ ബന്ധുക്കളുമായിട്ട് അകൽച്ചയുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും കാലം ഒരുവിധം അനുകൂലമാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ വലിയ ഒന്നും പേടിക്കാൻ മാത്രം ഒന്നും തന്നെയില്ല. നിങ്ങളുടെ ഉദരരോഗ സംബന്ധമായിട്ടൊക്കെ വിഷ്ണു ക്ഷേത്രത്തിൽ, അല്ലെങ്കിൽ ധന്വന്തരി ക്ഷേത്രത്തിൽ, നരസിംഹമൂർത്തി ക്ഷേത്രത്തിലൊക്കെ പാനകം വഴിപാട് നടക്കുന്നത് ഉത്തമമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സർവ്വകാര്യ വിജയത്തിനായിട്ട് നിങ്ങൾ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയൊക്കെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ദർശിക്കുക. ഭഗവാനെ പാലഭിഷേകമൊക്കെ നൽകുന്നത് ഗുണകരമായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ ക്ഷേത്രത്തിൽ പോവുക. വ്യാഴാഴ്ചയാണ് പോകുന്നതെങ്കിൽ, വിഷ്ണു ക്ഷേത്രത്തിലാണ് പോകുന്നതെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. മഞ്ഞ പൂക്കൾ ഭഗവാന് അർപ്പിക്കുക.
അതോടൊപ്പം തന്നെ തിടപ്പള്ളിയിൽ പത്മവിട്ട് പാൽപ്പായസം നിവേദിക്കുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കാലം ഒരുവിധം അനുകൂലമായിട്ട് മുന്നോട്ട് പോകും. ഭഗവാന്റെ ചരണങ്ങളുടെ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നിങ്ങളെ കാത്തോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.